എല്ലാവരും നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം. യേശുവേ, നന്ദിയോടെ സ്തുതിക്കുന്ന ദൈവമേ, ഹല്ലേലൂയ. കർത്താവേ, അനുഗ്രഹമേറിയ ഈ കർത്തൃ ദിവസത്തിൽ ഹല്ലേലൂയ. കർത്താവേ, വീണ്ടും ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ ഒരുക്കി. ഹല്ലേലൂയ. കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം ശ്രവിപ്പാൻ ഞങ്ങളെ ഒരുക്കി. ഹല്ലേലൂയ. കർത്താവേ, ഈ വചനവുമായി കർത്താവേ ഈ ദൈവമകളുടെ മുൻപാകെ നിൽക്കുവാൻ അടിയനെയും കർത്താവ് ഒരുക്കി. ഹല്ലേലൂയ. കർത്താവേ, അതോർത്ത് നന്ദി പറയുന്ന ദൈവമേ, ഹല്ലേലൂയ. കർത്താവേ, ഈ വചനത്തിൽ നിന്ന് ഹല്ലേലൂയ ദൈവമകളോട് സംസാരിപ്പാൻ തക്കവണ്ണം കർത്താവേ, ഹല്ലേലൂയ അതിന്റെ അറിവുകളെ ഹല്ലേലൂയ ദൈവമേ എൻ്റെ നാവിന്മേൽ തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം. യേശുവേ, പൂർണ്ണമായ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന ഘട്ടത്തിനായി ഞാൻ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ ഇന്ന് വചനത്തിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ചില കാര്യങ്ങളെ അറിയിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ദൈവം തരുന്ന ആലോചനകളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് അതിൻ്റെ 1-ാമത്തെ വാക്യം, ക്രിസ്തുവിൽ വല്ല പ്രബോധനവുമുണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവുമുണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിയും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുകയും ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തർ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുകയും ഓരോരുത്തർ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കേണ്ട. ക്രിസ്തേശുവിനുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിനായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാമവും യേശു ക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിത്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും. ആമേൻ. വാഗ്ദത്ത വചനത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4 അധ്യായമാണുള്ളത്. 4 അധ്യായം കൊണ്ട് തീരുകയാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. ആ 4 അധ്യായവും ഈ കൂട്ടായ്മയെ കുറിച്ചുള്ള ആലോചനയാണ്. കൂട്ടായ്മയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. 1-ാം അധ്യായത്തിൽ പറയുന്നത് സുവിശേഷ ഘോഷണത്തിനായുള്ള കൂട്ടായ്മ. 2-ാം അധ്യായം പറയുന്നത് ആത്മാവിന്റെ കൂട്ടായ്മ. 3-ാം അധ്യായം പറയുന്നത് കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ. 4-ാം അധ്യായം പറയുന്നത് വരവുചെലവ് കാര്യങ്ങളുടെ കൂട്ടായ്മ എന്നാണ് എന്ന ആശയമാണ് ഈ 4 ലേഖനങ്ങളിലും 4 അധ്യായങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിലെ 2-ാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്ന് ഇവിടെ എടുക്കുന്നത്. ഈ 2-ാമത്തെ അധ്യായം ആത്മാവിന്റെ കൂട്ടായ്മ എന്നാണ്. അവിടെ ആത്മാവിന്റെ കൂട്ടായ്മയാണ്. അതിന്റെ ഹെഡിങ് തന്നെ ആത്മാവിന്റെ കൂട്ടായ്മ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആത്മാവിന്റെ കൂട്ടായ്മ. ആമേൻ, സ്തോത്രം. അപ്പൊ ആത്മാവിന്റെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഈ കൂട്ടായ്മ
ഇന്നലത്തെ മീറ്റിങ്ങിൽ അതൊന്ന് അറിയാനിടയായി. ഈ വെളിച്ചമുള്ളിടത്താണ് കൂട്ടായ്മയുള്ളത്. വെളിച്ചം എന്ന് പറയുമ്പോൾ വചനത്തിൽ പറയുന്നുണ്ട്, ദൈവം പറയുന്നത് ഞാൻ ലോകത്തിന് വെളിച്ചമാകുന്നു എന്ന് വചനം പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ കൂട്ടായ്മ ആചരിക്കുന്നത് യേശുവിന്റെ നാമത്തിലാണ് നമ്മൾ കൂട്ടായ്മ ആചരിക്കുന്നത്. അപ്പൊ ഈ കൂട്ടായ്മയുടെ ആ പ്രകാശം, ആ വെളിച്ചം കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പൊ ആ വെളിച്ചമുള്ളിടത്താണ് കൂട്ടായ്മ ഉള്ളത്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് കൂട്ടായ്മ തന്നെയാണ്. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ ആത്മാവിന്റെ കൂട്ടായ്മയിൽ അംഗമായി തീരുകയാണ് ചെയ്യുന്നത്. യേശുവിനെ രക്ഷകന് നാഗരമായി സ്നാനത്തോടുകൂടി സ്വീകരിച്ചു കഴിയുമ്പോൾ ആത്മാവിന്റെ കൂട്ടായ്മയിൽ അംഗമായി തീരുകയാണ്. അപ്പൊ ഈ ലേഖനത്തിലെ ഓരോ അധ്യാപകം നമ്മൾ വായിച്ചല്ലോ, ഈ പറഞ്ഞതുപോലെ ഓരോ കൂട്ടായ്മയുടെ ഭാഗമാണ് അത് നമ്മൾ പറയുകയുണ്ടായി. അപ്പൊ നാം ഇപ്പോൾ സംസാരിക്കുന്നതും നമ്മളിന്ന് ചർച്ച ചെയ്യുന്നതും നമ്മളിന്ന് പഠിക്കുന്നതും ഈ 2-ാമത്തെ അധ്യായമാണ്, ആത്മാവിന്റെ കൂട്ടായ്മ. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആത്മാവിന്റെ കൂട്ടായ്മയെ കുറിച്ച് വായിക്കുമ്പോൾ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഈ കൂട്ടായ്മ അതിന്റെ ഹെഡിങ് ആത്മാവിന്റെ കൂട്ടായ്മ എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അവിടെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുകയും. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ അവിടെ പറയുന്നുണ്ട് ആത്മാവിന്റെ കൂട്ടായ്മയെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പ്രബോധനം ഉണ്ടെങ്കിൽ എന്ന് പറയുന്നുണ്ട്. കുറെ കാര്യങ്ങൾ ചോദിക്കുകയാണ്, 3 കാര്യങ്ങൾ. പ്രബോധനം, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. അപ്പൊ ഈ പ്രബോധനം എന്ന് പറയുമ്പോൾ, ഈ പ്രബോധനം ഉണ്ടെങ്കിൽ, പ്രബോധനം എന്ന് പറയുന്നത് നാം ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രോത്സാഹനം. അല്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിനോട് ചേർന്ന് കഴിയുമ്പോൾ, ആ ദൈവത്തോട് ചേർന്ന് കഴിയുമ്പോൾ, ആത്മീയ പ്രവർത്തനങ്ങളിൽ ശുശ്രൂഷയോടെല്ലാം നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി, ഒരു ആത്മീയ പവർ, അതിനൊരു പ്രോത്സാഹനം, മറ്റുള്ളവരെ സുവിശേഷം അറിയിക്കുവാനും സുവിശേഷ വേല ചെയ്യുവാനും കർത്താവിന് വേണ്ടി വേല ചെയ്യുവാനും ഒക്കെ കിട്ടുന്ന ഒരു പ്രോത്സാഹനത്തെയാണ് ഈ പ്രബോധനം എന്ന് നമ്മൾ അർത്ഥമാക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ പ്രബോധനം, അപ്പോൾ ഒന്ന് പറയുന്നത് പ്രബോധനം, 2-ാമത് പറയുന്നു ആശ്വാസം ഉണ്ടെങ്കിൽ, 3-ാമത് പറയുന്നത് കൂട്ടായ്മ. അപ്പൊ ഈ ആശ്വാസം നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? ആശ്വാസം നമുക്ക് ലഭിക്കുന്നത് കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ, നമ്മുടെ ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും ഒക്കെ കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ, കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തരുന്ന ആ മറുപടിയിലാണ് നമ്മൾ ആശ്വാസം കണ്ടെത്തുന്നത്, കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ. അപ്പോൾ ആശ്വാസം, കൂട്ടായ്മയുടെ കാര്യം പറഞ്ഞു. കൂട്ടായ്മ എങ്ങനെയാ? വെളിച്ചത്തില്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അപ്പൊ യേശുവിനോട് ചേർന്നുള്ളതാണ് നമ്മുടെ കൂട്ടായ്മ. ആർദ്രത, മനസ്സലിവ്. അപ്പോൾ പിന്നെ പറയുന്നത് എന്തുവാണ്? ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ. അപ്പൊ ആർദ്രത, ഈ 3 ഗുണങ്ങൾ ആരിൽ ഉണ്ടായിരിക്കണമെന്നാണ് ഈ സുവിശേഷത്തിൽ നമ്മൾ അറിയിക്കുന്നത്. ഇത് നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടായിരിക്കണമെന്നാണ്. ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം, ഈ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ആരിലുണ്ടായിരിക്കണം? കർത്താവിനെ വിശ്വസിക്കുന്ന ക്രിസ്തീയ വിശ്വാസികളായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓരോരുത്തരും അത് ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ്? പരസ്പര ഐക്യത. അപ്പൊ പൗലോസ് ആഗ്രഹിക്കുന്നത് എന്താണ്? ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരസ്പര സ്നേഹമുള്ളവരും ഐക്യമുള്ളവരും ആയിരിക്കാൻ പൗലോസ് ആഗ്രഹിക്കുന്നു. അത് ഫിലിപ്പിയൻ സഭയിലുള്ള വിശ്വാസികളോട് പൗലോസ് പറയുന്ന കാര്യമാണ്. അത് നമ്മളോട് പറയുന്നതായിട്ട് നമുക്കതിനെ ഒന്ന് ഏറ്റെടുത്തുകൊണ്ട്, നമ്മളോട് പറയുന്നതായിട്ട് നമുക്കതിനെ ചിന്തിച്ചുകൊണ്ട്, ആലോചിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കുവാൻ വേണ്ടി നമുക്ക് അതിനെ നമ്മുടേതായിട്ട് നമുക്ക് അതിനെ എടുക്കാം. അപ്പൊ അങ്ങനെ എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും നമ്മുടെ രീതികളെ കുറിച്ച് നമുക്ക് കൂടുതൽ ചിന്തിക്കുവാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ അവിടെ ഈ പൗലോസിന്റെ ആഗ്രഹം, ഇതിന്റെ ഈ പറഞ്ഞ ഈ ആർദ്രത, മനസ്സിലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരിലും ഉണ്ടായിരിക്കണം. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ദൈവമക്കളിലും ഐക്യത ഉണ്ടാകുന്നത്. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.
അപ്പോൾ ഈ ഐക്യത ഉള്ളിടത്ത് എന്തുണ്ട്? സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. അവിടെ ഭിന്നതകളോ വിദ്വേഷങ്ങളോ ഒന്നുമില്ല. അപ്പം ഈ ഭിന്നതകൾ ഒഴിവാക്കി സന്തോഷത്തിന്റെ പൂർണ്ണതയിൽ എത്തുമ്പോഴാണ് നമുക്ക് പരസ്പര ഐക്യത ഉണ്ടാകുന്നത്. ആമേൻ, സ്തോത്രം. ആത്മാവിന്റെ സന്തോഷം, ആ സന്തോഷത്തിന്റെ പരിപൂർണതയിൽ എത്തുമ്പോൾ നമുക്ക് എന്തുണ്ടാകുന്നത്? ഐക്യത ഉണ്ടാകുന്നത്. സഭയിലാണെങ്കിലും ആത്മീയ കൂട്ടായ്മയിൽ എവിടെയായിരുന്നാലും പരസ്പര ഐക്യം ഉണ്ടാകുന്നത് അത് ഈ കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് ആ സ്നേഹവും പരസ്പര ഐക്യവും നമുക്ക് ഉണ്ടാകുന്നത്. പിന്നെ അവിടെ പറയുന്നത് ആർദ്രതയും മനസ്സലിവും. അപ്പൊ ആർദ്രത എന്ന് പറയുമ്പോൾ ആർദ്രത അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ഇത് നമ്മൾ പഠിച്ചതാണ്, സൂമീറ്റിങ്ങിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പൊ ആർദ്രതയുടെ അർത്ഥം നമ്മൾ ദേവദാസൻ പറഞ്ഞിട്ടുണ്ട്. ആർദ്രത, വാത്സല്യം, ഇഷ്ടം, സ്നേഹം. അപ്പം അത് ആ ദൈവത്തിന് ഐക്യത ഉള്ളിടത്തുള്ള കാര്യമാണ് ആർദ്രതയും വാത്സല്യവും സ്നേഹവും ഇഷ്ടവും ഒക്കെ. അതുപോലെ മനസ്സലിവ്. അപ്പൊ ഈ മനസ്സലിവും ആർദ്രതയും സ്നേഹവും ഇതെല്ലാം ഉള്ളിടത്ത് എന്തുണ്ട്? അവിടെ വഴക്കോ വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല. അവിടെ എപ്പോഴും പരസ്പര ഐക്യവും സ്നേഹവും മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അത് നമുക്ക് എഫേസ്യർ 4:3 വായിക്കാം. അത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്നലെ കൊച്ചിയിലെ മീറ്റിംഗിൽ അവിടെ ദേവദാസൻ പറയുകയുണ്ടായി അതിനെ കുറിച്ച്. അപ്പൊ അവിടെ 4:3 പറയുന്നത് ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ആത്മാവിന്റെ ഐക്യതയുള്ളിടത്ത് എന്തുണ്ട്? സമാധാനമുണ്ട്. ഈ സമാധാനമുള്ളടത്ത് പരസ്പരം നമുക്ക് സ്നേഹത്തിലും ഐക്യത്തിലും ഒരു ആത്മീയ ബന്ധം നമുക്ക് അവിടെ ലഭിക്കുകയാണ്. ഐക്യത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ആത്മീയ ബന്ധം നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ ഐക്യത എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്? കർത്താവിന്റെ സ്നേഹത്തിൽ നിന്നും കൂട്ടായ്മയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ് ഈ ഐക്യത. അപ്പൊ ആത്മാവിന്റെ ഐക്യത, സമാധാനത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. നിങ്ങളെ വിളിച്ചവൻ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ. അപ്പൊ നമ്മളെ വിളിച്ചത് എന്തിനു വേണ്ടിയാണ്? ഏക പ്രത്യാശ, ദൈവത്തെ സ്വീകരിക്കുക, സ്വർഗരാജ്യം കരസ്ഥമാക്കുക, നിത്യജീവൻ പ്രാപിക്കുക. അതിനുവേണ്ടിയാണ് നമ്മളെ ദൈവം വിളിച്ചത്. അപ്പൊ ആ ഒരു പ്രത്യാശയാണ്, ആ ഏക പ്രത്യാശയ്ക്കായിട്ട് നിങ്ങളെ വിളിച്ചിരിക്കുന്നു. അപ്പൊ അതിന് താഴെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ഈ ഐക്യതയുള്ളിടത്ത് ഈ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ അവിടെ പറയുന്നുണ്ട് ഈ ഐക്യത ഉള്ളവർക്ക് ഉള്ളിടത്ത് എന്തൊക്കെയാണ് ഉള്ളത്? അപ്പൊ ഐക്യത ഉള്ളവരുടെ കാര്യമാണ് അവർക്ക് ഐക്യത ഉള്ളത്. ഏക ശരീരം, ഒരേ ആത്മാവ്, ഓരോ വ്യക്തികളിലുള്ള കർത്താവിന്റെ ആത്മാവാണ്, പരിശുദ്ധാത്മാവാണ് ഓരോ വ്യക്തികളിലും ഉള്ളത്, ആത്മീയ ഗോളത്തിലുള്ള വ്യക്തികളിലുള്ളത്. അപ്പൊ ആത്മാവ് ഒന്ന്, കർത്താവ്, നമ്മൾ ഏക കർത്താവ്, ഒരേ ഒരു കർത്താവ്. ആ കർത്താവിനെയാണ് നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത്, ആ കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നതും. അപ്പൊ ഒരു കർത്താവ്, നമുക്ക് വിളിച്ചപേക്ഷിക്കാൻ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ ഭൂമിയിൽ. ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ നമ്മുടെ രക്ഷയ്ക്കായിട്ട് വന്നിട്ടുള്ള ഈ യേശു ക്രിസ്തു മാത്രമാണ് നമുക്കുള്ളത്. അപ്പൊ നമ്മുടെ രക്ഷയ്ക്കായിട്ട് നമുക്ക് ഭൂമിയിലുള്ളത് ഒരേ ഒരുവൻ മാത്രമാണ്. അത് ഈ ഐക്യതയുള്ളിടത്ത് നമുക്ക് ഈ പരസ്പര ഐക്യത്തിൽ നമുക്ക് ഷെയർ ചെയ്യാനും പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് മനസ്സിലാക്കുവാനും സാധിക്കും. ഈ ഐക്യതയുള്ളിടത്ത്. അപ്പം ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്. നമ്മൾ വിശ്വസിക്കുന്ന പല വിശ്വാസമാണോ നമ്മളിലുള്ളത്? അല്ല, കർത്താവായ യേശു ക്രിസ്തുവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അല്ലാതെ നമ്മൾ മറ്റ് വിഗ്രഹങ്ങളെയോ മറ്റ് ദേവന്മാരെയോ ഒന്നും അല്ല വിശ്വസിക്കുന്നത്. നമുക്ക് ഒരുക്കിയിട്ടുള്ളത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് നമ്മളെ വിളിച്ച് വേർതിരിച്ചത്. ആ ഒരുവനെ മാത്രമാണ് നമ്മൾ വിളിച്ച് ആരാധിക്കുന്നത്, വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. നോക്കി, അപ്പൊ നമുക്ക് ഉള്ളത് ഒരുവൻ മാത്രം. വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്. സ്നാനം പല രീതിയിലുണ്ടോ? ഇല്ല, പല രീതിയിൽ. നമുക്ക് വിശ്വാസികൾക്ക് മുഴുവൻ സ്നാനം മാത്രമാണുള്ളത്. മറ്റ് സഭാവിശ്വാസികൾക്ക് മുഴുവൻ സ്നാനം അല്ലാതെ ഈ തലയില് കുഞ്ഞായിരിക്കുമ്പോൾ ഒരു 15 ദിവസം പ്രായം മാത്രമുള്ള കുഞ്ഞുങ്ങളുടെ തലയിലേക്ക് ഇനി വെള്ളം പുരുഷാകൃതിയിൽ പോയി ഒഴിക്കുന്ന ഒരു സ്നാനമുണ്ട്. അത് നമ്മുടെ കത്തോലിക്ക സഭയിലും മറ്റ് സഭകളിലൊക്കെ ഉണ്ട്. അപ്പൊ അതല്ല യഥാർത്ഥ സ്നാനം എന്ന് പറയുന്നത് ആ മാനസാന്തരപ്പെട്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചുകൊണ്ട് വെള്ളത്തിൽ മുഴുവൻ സ്നാനം, മുങ്ങി സ്നാനം ഏൽക്കുന്നതാണ് യഥാർത്ഥ സ്നാനം. അങ്ങനെ ഒരു സ്നാനം മാത്രമാണ് നമുക്കുള്ളത്. അപ്പൊ സ്നാനം ഒന്ന്.
എല്ലാവർക്കും മീതെയുള്ളവരും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവരും എല്ലാവരിലും ഇരിക്കുന്നവരുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ തന്നെ. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് എപ്പോഴും വിളിച്ചപേക്ഷിക്കാനും നമുക്ക് ആശ്രയിക്കാനും ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. അത് ഐക്യതയുള്ള, പരസ്പര ഐക്യതയുള്ള സഭാ വിശ്വാസികളുടെ സഭാ സമൂഹത്തിൽ ഒക്കെയും ഈ ഐക്യതയുള്ളിടത്തെല്ലാം നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ മനസ്സിലെ ആർദ്രത, ആ വിശ്വാസം, കൂട്ടായ്മ, അപ്പൊ ഇങ്ങനെയുള്ളിടത്തെല്ലാം അവിടെ എല്ലാം എന്തുകൊണ്ട് ആ സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ട്. അവിടെ പരസ്പര വിദ്വേഷമോ പിറുപിറുപ്പോ ഒന്നുമില്ല. ഒരാൾക്ക് ഇച്ചിരി കൂടുതൽ ആത്മീയതയിൽ ഇച്ചിരി കൂടുതൽ പവർ ഉണ്ടെന്നോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ഒരു കഴിവുണ്ടെന്നോ അപ്പൊ അവന് ആ വ്യക്തിക്ക് അത് കിട്ടി എന്നുള്ളൊരു ആ ഉള്ളിലൊരു എന്തുവാ ഒരു കുശിമ്പ് അല്ലെങ്കിൽ ഒരു പിറുപിറുപ്പ് അങ്ങനെയുള്ളതൊന്നുമില്ല. അതാണ് ആത്മാവിന്റെ ഐക്യത എന്ന് പറയുന്നത്. ഐക്യത ഉള്ളിടത്ത് ഈ പറയുന്ന യാതൊരു പ്രശ്നങ്ങളോ വഴക്കോ വിദ്വേഷമോ ഒന്നുമില്ല. അപ്പൊ നമ്മൾ ആശ്രയിക്കുന്നവരെ നമുക്കുള്ള ഏക ദൈവം, ഒരേ ഒരു ദൈവം, ആ ഒരേ ഒരു ദൈവത്തെയാണ് നമ്മൾ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അതിന് 3-4 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 3-4 വാക്യങ്ങൾ. മൂന്നാമത്തെ വാക്യം, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തർ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളി. ആമേൻ. ഹല്ലേലൂയ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തർ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളി. ആമേൻ. ഹല്ലേലൂയ. അത് നല്ല ഒരു വലിയ ഒരു എന്തുവാ ആ വാക്യം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ കൊള്ളുന്ന, അല്ലെ നമുക്കൊരു ഒത്തിരി പ്രയോജനപ്പെടുന്ന ഒരു വലിയൊരു വാക്കാണ്, ഒരു വചനമാണ്, വാക്യമാണ് അത്. അവിടെ ശാഠ്യത്താലോ ദുരഭിമാനത്താലോ, ശാഠ്യം പലരെയും നമ്മൾ ആത്മീയ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരുവാനായിട്ട് പല പാപ ജീവിതത്തിലും പാപ സാഹചര്യത്തിലൊക്കെ ജീവിക്കുന്നവരെ നമ്മൾ പല പ്രാവശ്യവും അവരെ ഉപദേശിച്ചിട്ടും അവര് അതിലൊന്നും ഒരു വഴങ്ങാതെ അല്ലെ വിശ്വാസത്തിന്റെ മാർഗത്തിലേക്ക് കടന്നു വരാതെ ഞാൻ ചെയ്യുന്നതാണ് ശരി, എന്റെ വിശ്വാസമാണ് ശരി, ഞാൻ വിശ്വസിക്കുന്ന ദൈവം എന്നെ രക്ഷിക്കും, അല്ലെ എന്റെ വിശ്വാസം എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വിശ്വാസത്തിൽ അവർ ഒരേ നിൽക്കുന്ന അതിന് പറയുന്ന പേരാണ് ശാഠ്യം. അപ്പൊ നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും കുഞ്ഞുങ്ങളെ ശാഠ്യം ഉണ്ടാക്കും, എന്തെങ്കിലും നിർബന്ധബുദ്ധിയുള്ള കുഞ്ഞുങ്ങളെ ശാഠ്യം ഉണ്ടാക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ രക്ഷയുടെ മാർഗത്തിലേക്ക് കടന്നു വരുവാൻ, ദൈവത്തെ അറിയുവാനോ ദൈവത്തെ സ്നേഹിക്കുവാനോ ദൈവത്തെ ഉൾക്കൊള്ളുവാനോ നമ്മൾ പലരെയും നമ്മൾ പ്രേരിപ്പിക്കുമ്പോൾ, അവരോട് സുവിശേഷ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇത് എന്താണ് ഏതാണ് എന്നുള്ള ആ ഒരു മറു ചോദ്യവും ഇത് നമ്മൾ പറയുന്നത് അവർ മനസ്സിലാക്കുവാനോ അവർ പറയുന്നതാണ് ശരി എന്നുള്ളൊരു ഒരു തീരുമാനത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ആ തീരുമാനത്തെയാണ് പറയുന്നത് ദുശാഠ്യം എന്ന്. ദുരഭിമാനം, അടുത്ത് പറയുന്നത് ദുരഭിമാനം. ദുരഭിമാനത്തോടും ദുരഭിമാനം എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് നമ്മളെക്കാൾ ഒരു സാധാരണ രീതിയിൽ നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പറയണമെങ്കിൽ നമ്മളെക്കാൾ താഴ്ന്ന ഒരു വിദ്യാഭ്യാസത്തിലാണെങ്കിലും ഒരു അവരുടെ സ്റ്റാറ്റസ് അവരുടെ പവറിൽ അല്പം ഒരു കുറഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ അവരെ കൂടുതൽ അവരുടെ കൂടെ ഒന്ന് ഉൾക്കൊള്ളാനോ അവരുടെ കൂടെ ഒന്ന് ചേർന്ന് നിൽക്കാനോ ഒരു മനസ്സ് കാണിക്കാതെ നമ്മൾ മാറി നിൽക്കുക. ബസ്സിലൊക്കെ കയറുമ്പോൾ ചിലപ്പോൾ കാണാറുണ്ട് ചില ഒരു കീറിയ ഡ്രസ്സോ അല്ലെങ്കിൽ ചില മുഷിഞ്ഞ ഡ്രസ്സോ ഒക്കെ ഇട്ട് ഒരു ബസ്സിൽ ഒരു സീറ്റിലിരിക്കുകയാണെങ്കിൽ നല്ലതായിട്ട് ടിപ് ടോപ്പിൽ ഒരു പാൻറ് ഷർട്ടും ഒക്കെ ഇട്ട് നല്ല ടിപ് ടോപ്പിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ അടുത്തിരിക്കാനായിട്ടൊന്ന് മടി കാണിക്കും. ഞാൻ പ്രവേശനം കണ്ടിട്ടുണ്ട്. കാരണം അത് അവരുടെ അഭിമാനം സമ്മതിക്കുന്നില്ല. മറ്റൊരു അതേ പവറിലുള്ള ഒരു വ്യക്തിയുടെ അടുത്താണെങ്കിൽ പോയി ഇരിക്കാൻ അത് അവർക്ക് അവിടെ ഒരു അഭിമാനമുണ്ട്. അതിന് ദുരഭിമാനം എന്ന് വേണം പറയാം. നമ്മുടെ ആ അഭിമാനത്തിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ സുരേഷ് പാസ്റ്ററെ മിക്കവാറും ഓർക്കാറുണ്ട്. സുരേഷ് പാസ്റ്റർ എപ്പോഴും പറയാറുണ്ട്, കഴിഞ്ഞകാല ജീവിതത്തിൽ ചെറുപ്രായത്തിൽ അനുഭവിച്ച കഷ്ടതകളും ആ പ്രയാസങ്ങളും ഒക്കെ യാതൊരു മടിയും കൂടാതെ അത് ഞാൻ അന്നത് സംഭവിച്ചു. ഇന്ന് നമ്മുടെ ദേവദാസൻ താമസിക്കുന്നതും ജീവിക്കുന്നതും ആയിരിക്കുന്ന സ്ഥാനവും ഒക്കെ എങ്ങനെയാണെന്ന് ഓർക്കുമ്പോൾ നമുക്കറിയാം. അപ്പൊ കഴിഞ്ഞ കാലത്ത് ഏത് രീതിയിലായിരുന്നു ചിലപ്പോൾ പറയാറുണ്ട്, അടുത്ത വീട്ടിൽ പോയി
ഭക്ഷണം വാങ്ങിച്ച കാര്യം ദേവദാസൻ പറയാറുണ്ട്. അപ്പൊ അവിടെ അത് പറയുന്നതിന് ദേവദാസന് ഒരു മടിയുമില്ല. അനുഭവിച്ച കാര്യങ്ങളാണ്. അപ്പൊ ദൈവം അവിടെ നിന്നെല്ലാം മാറ്റി. അതുപോലെ ചെരുപ്പിന്റെ കാര്യമൊക്കെ പറയാറുണ്ട്. ഞാൻ ചിലപ്പോൾ അത് ഓർക്കാറുണ്ട്. അവിടെ ഒരു അഭിമാനം ആ മനസ്സിൽ ഞാനെന്ന ഇപ്പോഴത്തെ ആ ഒരു പവറും ആ സ്റ്റാൻഡേർഡും ഇതൊക്കെ മനസ്സിൽ നിൽക്കുകയാണെങ്കിൽ കഴിഞ്ഞ കാലത്തെ അതൊന്ന് വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യാനായിട്ട് മടിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ആൾക്കാരുടെ ഒരു ഉന്നതരായ അല്ലെങ്കിൽ സമൂഹത്തിൽ വലിയ നിലയുള്ള സാമ്പത്തികമായിട്ടുള്ളവരുടെ ആ ഒരു ലെവലിൽ വന്നതിന് ശേഷം കഴിഞ്ഞ പോയ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവരെങ്ങനെ ചിന്തിക്കും എന്നുള്ളൊരു ചിന്തയുള്ളപ്പോൾ നമ്മൾ ആരും അതിന് പറയാറില്ല. പക്ഷെ ദേവദാസൻ അതാ ഏത് അവസരം കിട്ടുമ്പോഴെല്ലാം അത് പറയും. കാരണം ദൈവം ദേവദാസനും ചെയ്ത ആ പ്രവൃത്തിയുടെ ചെയ്തത് കൊടുത്ത നന്മയുടെ പഴയ ആയിരുന്ന സ്ഥലത്ത് നിന്ന് ആ സ്ഥാനത്ത് നിന്ന് ഈ പദവിയിൽ ഈ സ്ഥാനം വരെ എത്തിച്ചത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തു എത്ര താഴ്ന്നാലും എത്ര കുറഞ്ഞാലും നമുക്ക് ഒരു മാനക്കേടോ നാണക്കേടോ ഇല്ല. കാരണം കർത്താവാണ് നമ്മളെ താഴ്ത്തുന്നതും ഉയർത്തുന്നതും എല്ലാം. നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം അതിനുവേണ്ടിയാണ്. നമ്മൾ എത്ര താഴ്ന്നിരുന്നാലും നമ്മളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ സമയത്ത് ദൈവം നമ്മളെ മാനിച്ചിരിക്കും. ആമേൻ, സ്തോത്രം. അപ്പം ആ ദുരഭിമാനം വിട്ട് അങ്ങനെയുള്ള ഒരു ചിന്ത ഇതെല്ലാം വിട്ട് ആ ദുരഭിമാനം വിട്ട് താഴ്മയോടെ തന്നെത്താൻ താഴ്ത്തുക. കർത്താവ് യേശു ക്രിസ്തു തന്നെത്താൻ താഴ്ത്തിയാണ് ഭൂമിയിലേക്ക് വന്നത്. അത് നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ ചെയ്യാൻ പറ്റും. തന്നെത്താൻ താഴ്ത്തുക. അത് ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ മീറ്റിങ്ങില് കൊച്ചിയിലെ മീറ്റിങ്ങില് ദേവദാസൻ ശുശ്രൂഷിച്ചപ്പോൾ നമ്മുടെ ഇമ്മാനുവേൽ ബ്രദർ ആ ദേവദാസനെ കുറിച്ച് കുറെ പുകഴ്ത്തി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇരിക്കുന്നത് ചെയ്യുന്നതുമായ ആ ലെവലിലുള്ള കാര്യങ്ങളെ അവർ കടന്നു വന്നതിനെ ഒന്ന് പരിചയപ്പെടുത്തിയതാണ്. അപ്പൊ അതൊരു പുകഴ്ച പോലെ ആ ദേവദാസന് തോന്നി. ആ ദേവദാസൻ കടന്നു വന്ന പുകഴ്ച നമ്മൾ സ്വീകരിക്കുമ്പോൾ അത് താഴ്മയോടെ വേണം. ആ താഴ്മയോടെ വേണം നമ്മളെ പുകഴ്ത്തുമ്പോഴും നമുക്കങ്ങ് ഉണ്ടാവേണ്ടത് എന്താണ്? നമ്മൾ ആ പുകഴ്ത്തുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ലെവലിൽ പൊങ്ങിപ്പോവുകയല്ല വേണ്ടിയത്, അല്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ഒന്ന് മാന്യനായിട്ട് നിൽക്കുകയല്ല വേണ്ടിയത്. നമ്മൾ കുറച്ചുകൂടെ താഴുക. ആ താഴ്മ അപ്പൊ അത് എത്രത്തോളം വേണം? നമ്മളെ എത്രത്തോളം ഉയർത്തി പറയുന്നു, അല്ലെങ്കിൽ നമ്മളെ എത്രത്തോളം മാനിക്കുന്നു, നമ്മൾ ആ സ്ഥാനത്തൊക്കെയും താഴ്ന്നിരിക്കണം. ദൈവസന്നിധിയിൽ നമ്മൾ താഴ്ന്നിരിക്കണം. അതവിടെ ഒരു അറിവായിട്ട് എനിക്ക് അതവിടെ ഫീൽ ചെയ്തു. നമ്മൾ എത്രത്തോളം നമ്മളെ ഉയർത്തുന്നു, അല്ലെങ്കിൽ നമ്മളെ എത്രത്തോളം പുകഴ്ത്തി പറയുന്നു, അവിടെയല്ല ഈ പുകഴ്ത്തലിനെ നമ്മൾ സ്വീകരിക്കേണ്ടത് താഴ്മയോടെ വേണം. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എപ്പോഴും ദൈവസന്നിധിയിൽ താഴ്മയോടെ ഉള്ളവരായിരിക്കണം. കർത്താവായ യേശു ക്രിസ്തു അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, താഴ്മയോടെ. കുരിശുമരണത്തിന്റെ ഭാഗമായി ഓശാന ഞായറാഴ്ച ഓശാനയുടെ ഒരുക്കമായിട്ട് കർത്താവായ യേശു ക്രിസ്തു തിരഞ്ഞെടുത്തത് ഏതാണ്? എല്ലാവരെയും തള്ളിക്കളഞ്ഞ ഒരു കഴുതക്കുട്ടിയാണ്. ആ കഴുതയാണ് കർത്താവായ യേശു ക്രിസ്തു തിരഞ്ഞെടുത്തത്. യേശു ക്രിസ്തുവിന് ഇച്ചിരി നല്ലൊരു കുതിരയെ വേണേ തിരഞ്ഞെടുക്കാമായിരുന്നു. അതുവാ ഇപ്പൊ നമ്മൾ കാണാറില്ലേ, ഹിന്ദിക്കാരുടെ ഇടയിലൊക്കെ അവിടെ വിവാഹത്തിന് വരനെയും കൊണ്ടിരുന്നത് ഈ മനോഹരമായി അലങ്കരിച്ച ഒരു കുതിരയുടെ പുറത്ത് വെച്ചാണ് ആ വരനെ കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞതുപോലെ വേണേൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ചിന്തിക്കാമായിരുന്നു. അങ്ങനെ ആ ഒരു ചിന്ത കർത്താവായ യേശു ക്രിസ്തുവിന് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഇവിടെ ഇരുന്ന് കർത്താവിനെ ആരാധിക്കുകയില്ല, കർത്താവിനെ അറിയുകയില്ല. അപ്പൊ കർത്താവ് അത്രത്തോളം നമുക്ക് വേണ്ടി ഭൂമിയോളം കൂടുതൽ ക്ഷമയുള്ളവനും താഴ്ന്നതുമാണ് കർത്താവായ യേശു ക്രിസ്തു സ്വീകരിച്ചത്. അതുപോലെ തന്നെ നാമും ആയിരിക്കേണ്ടത് എങ്ങനെയാണ്? എപ്പോഴും നമുക്ക് എന്തോ പ്രവൃത്തിയോ പ്രതാപമോ ഉണ്ടെങ്കിൽ ദൈവസന്നിധി നമ്മളെപ്പോഴും അത് ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കണമെന്നല്ല, ദൈവസന്നിധിയിൽ ഞാൻ എപ്പോഴും കുറഞ്ഞവനായിട്ട് തന്നെയാണ് നിൽക്കണം. അതാണ് ആ താഴ്മ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ താഴ്മയോടെ ഓരോരുത്തർ മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എണ്ണിക്കൊള്ളുകയും. അപ്പൊ ഈ താഴ്മയുള്ളവർക്ക് അങ്ങനെ ചിന്തിക്കുന്നവരിൽ മാത്രമേ തന്നേക്കാൾ ശ്രേഷ്ഠൻ, മറ്റൊരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തി തന്നേക്കാൾ ശ്രേഷ്ഠനാണെന്ന് ചിന്തിക്കണമെങ്കിൽ താഴ്മയുണ്ടായിരിക്കണം. ഈ പറഞ്ഞ നമ്മൾ മുന്നേ പലതായ കാര്യങ്ങൾ ഒക്കെ നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. അതുകൊണ്ട് ദുശാഠ്യം മാറണം, ഒരു അഭിമാനം മാറ്റണം. അപ്പൊ എങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ശുശ്രൂഷയിലാണേലും ഏത് മേഖലയിലാണേലും അറിവ് പലർക്കും പല രീതിയിലാണുള്ളത്, പല രീതിയിലാണ് ഓരോരുത്തർക്കും അറിവുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ അറിവിനെ നമ്മൾ ശ്രമിക്കുമ്പോൾ
ഓരോരുത്തരുടെ അറിവിനെ നമ്മൾ ഗ്രഹിക്കുമ്പോൾ അത് എന്നിൽ ഉയർന്നതാണ്, അല്ലെങ്കിൽ എന്നെക്കാളും ശ്രേഷ്ഠമാണ്, അത് കൊള്ളാം, അത് കുറച്ചുകൂടെ അതിൽ നിന്ന് പഠിക്കാനുണ്ട് എന്നുള്ളൊരു ചിന്തയാണ് നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടത്. തന്നെക്കാളും ശ്രേഷ്ഠൻ. അപ്പൊ അതിൽ നിന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ നിന്ന് നമ്മൾ പഠിക്കാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ആ ശ്രേഷ്ഠനാണ് എന്ന് നമുക്ക് ഒരു ചിന്തിക്കാതെ ഞാനാണ് ശ്രേഷ്ഠൻ, അല്ലെങ്കിൽ ഞാനാണ്, എനിക്ക് അതിന് കൂടുതൽ അറിയാം, അല്ലെങ്കിൽ ഞാൻ എല്ലാമാണ് നമ്മളെ ഒരു ചിന്ത നമ്മിൽ ഉണ്ടാകാതെ മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളി. അപ്പോൾ അതുപോലെ തന്നെ 4-ാമത്തെ വാക്യം പറയുന്നു, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. ആമേൻ, ഹല്ലേലൂയ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടി നോക്കണം. ആമേൻ, ഹല്ലേലൂയ. എങ്ങനെയാ മറ്റുള്ളവന്റെ ഗുണം കൂടി നോക്കുന്നത്? ആമേൻ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രശ്നങ്ങളെ, നമുക്ക് വരാനിരിക്കുന്ന കാര്യങ്ങളെ ഒക്കെയും മാറ്റി വെച്ചുകൊണ്ട് അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കാതെ മറ്റുള്ളവർക്കുള്ള പ്രശ്നങ്ങളിൽ അവരെ സഹായിക്കുകയും അവരോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെയും ചെയ്യുക. മറ്റുള്ളവരുടെ ആ പ്രശ്നങ്ങളിൽ നമ്മൾ പങ്കാളിയാകുക. അപ്പൊ അങ്ങനെയാണ് മറ്റുള്ളവരെ കൂടെ നമുക്ക് സ്വന്തം ഗുണമല്ല, മറ്റുള്ളവരെ വിശ്വാസത്തിൽ കൊണ്ടുവരേണ്ട വ്യക്തികളാണെങ്കിൽ, പാപത്തിൽ നടക്കുന്നുവെങ്കിൽ അവരെയും കൂടെ നമ്മൾ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണം. നമ്മൾ തന്നെ ആയിരുന്ന പാടില്ല. ആമേൻ, സ്തോത്രം. അപ്പം അതിന്റെ മുന്നേ ഒരു വചനം ഞാൻ എടുത്തു വെച്ചിരുന്നു, അത് ഞാൻ പറയാൻ വിട്ടുപോയി. അത് താഴ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ, അപ്പൊ താഴ്മയുടെ കാര്യം പറയുമ്പോൾ അവിടെ 1 പത്രോസ് 5:5-6 വാക്യങ്ങളിൽ പ്രകാരം പറയുന്നുണ്ട്. 1:5-6 വാക്യങ്ങൾ. ഔവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ, എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ദൈവം നിങ്ങളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈകീഴിൽ താഴ്ന്നിരിക്കുന്നു. ആമേൻ, സ്തോത്രം. അപ്പൊ ആ താഴ്മയെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഞാനത് പറയാതെ പോയാല് അതൊന്നുകൂടെ നമുക്കത് മനസ്സിലാക്കാതെ പോരും. അതുകൊണ്ട് തന്നെ ഇളയവരെ മൂപ്പന്മാരെ കീഴടങ്ങുകയും. അപ്പൊ സഭയിലായിരുന്നാലും എവിടെയായിരുന്നാലും ആ ലീഡേഴ്സ് പറയുന്നത് അതിൻ്റെ വിശ്വാസികൾ ആരായിരുന്നാലും അത് വിശ്വസിക്കുക. അല്ലെങ്കിൽ തന്നെക്കാൾ പ്രായമുള്ള ആ ഒരു വ്യക്തിയോടാണ് തന്നെക്കാൾ പ്രായം കുറഞ്ഞ ഒരു വ്യക്തിയാണ് പറയുന്നെങ്കിലും ആ പറയുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പറയുന്നതിനെ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുകയും അവരെ പറയുന്നതിനെ അവർ അംഗീകരിക്കുക, അനുസരിക്കുക. അതുപോലെ തന്നെ തമ്മിൽ കീഴടങ്ങുക. പരസ്പരം മുമ്പേ പറഞ്ഞതുപോലെ പരസ്പരം ഒരു പിറുവെറുപ്പോ മത്സരമോ ഉണ്ടാകാതെ തമ്മിൽ കീഴടങ്ങുക, തമ്മിൽ മനസ്സിലാക്കുക. ലീഡേഴ്സ് നമ്മൾ എവിടെയാണെങ്കിൽ തന്നെ ഇവിടെ 6 ഡീക്കന്മാരുണ്ട്. അപ്പോൾ അവർ പരസ്പരം ആ ഐക്യതയിൽ നിലനിൽക്കുമ്പോൾ ഓരോരുത്തരും പറയുന്നത് അടുത്തയാളെ മനസ്സിലാക്കുക, അല്ലെ അത് അംഗീകരിക്കുക, അത് നമ്മൾ ഉൾക്കൊള്ളുക. അപ്പൊ അതിന് തമ്മിൽ കീഴടങ്ങി ഒരു ധാരണയിലെത്തുക. അപ്പൊ പറയുന്നത് ശരിയോ തെറ്റോ, അല്ലെങ്കിൽ അത് പറയുന്നത് അതിന്റെ ആശയത്തെ ഒന്ന് വിശകലനം ചെയ്തിട്ട് അത് തമ്മിൽ ഒന്ന് സംസാരിച്ച് തമ്മിൽ പൊരുത്തപ്പെട്ടു പോവുക. അത് തമ്മിൽ കീഴടങ്ങിക്കുക, കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളി. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. അപ്പൊ അങ്ങനെ താഴ്മയില്ലാതെ നിഗളം ഭാവിച്ച് അല്ലെ ഒരു അഹങ്കാരം അല്ലെ ഞാനെന്ന ഭാവത്തോട് നിൽക്കുന്നവരോട് ദൈവം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അപ്പൊ താഴ്മയുള്ളവർക്കോ നമ്മൾ എത്രത്തോളം ദൈവത്തിൽ താഴ്മയുള്ളവർക്കോ ദൈവം എന്ത് നൽകുന്നു? കൃപ നൽകുന്നു. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവം നമ്മളെ അടിക്കാത്ത സ്ഥാനമൊക്കെയും ദൈവം ആക്കി വയ്ക്കും. അതാണ് അവിടെ പറയുന്നത്, താഴ്മയുള്ളവർക്കോ ദൈവം കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈകീഴിൽ താണിരിക്കും. അപ്പൊ അതുകൊണ്ട് വചനത്തിലൂടെ നമ്മളോട് പറയുകയാണ്, അവർ തക്ക സമയത്ത് നമ്മളെ ഉയർത്തുവാൻ, അല്ലെങ്കിൽ നമ്മളെ അനുഗ്രഹിക്കുവാൻ, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുവാൻ എന്ത് ചെയ്യണം? ബലമുള്ള കർത്താവിന്റെ ബലമുള്ള കൈകീഴിൽ താണിരിപ്പിൻ. അതിനെ നമ്മെ പഠിപ്പിക്കുക. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അപ്പം എപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുക. പിന്നെ തുടർന്ന് അതിന്റെ 4-ാമത്തെ വാക്യം,
സ്വന്തം പ്രശ്നങ്ങൾ 4-ാമത്തെ വാക്യം നമ്മൾ വായിച്ചല്ലോ. ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം. ക്രിസ്തയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമുക്ക് പല പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ചിലപ്പോൾ മറ്റുള്ളവരിൽ പ്രശ്നങ്ങളിൽ മറ്റുള്ള നിസ്സാര പ്രശ്നമാണെങ്കിൽ അതിൽ കൂടിയ പ്രശ്നമായിരിക്കും നമ്മളിലുള്ളത്. എങ്കിലും നമ്മുടെ പ്രശ്നങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് അത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ മുന്നോട്ട് പോവുക, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക, അവരെ സന്തോഷത്തിലേക്ക് കൊണ്ടുവരിക, അവരെ സഹായിക്കുക. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ അവരെ നമ്മോട് ചേർത്ത് നിൽക്കുവാനും സാധിക്കണം. പിന്നെ അതിന്റെ 5-ാമത്തെ അതുപോലെ തന്നെ ഇപ്പൊ വായിക്കില്ല. ഇവിടെ സ്വന്തം ഗുണം നോക്കരുത് എന്നല്ല വചനത്തിൽ പറയുന്നത്. സ്വന്തം ഗുണം നോക്കരുത് എന്നല്ല ഉദ്ദേശിക്കുന്നത്. കൂടുതലും ഇത് നമ്മുടെ ആത്മീയ ഗോളത്തിലും അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം സ്വാർത്ഥരാണ്. സ്വന്തം എനിക്ക് എന്നുള്ള ചിന്തയിലുള്ളവരാണ് ഉള്ളത്. അപ്പം അങ്ങനെയുള്ള ചിന്ത വിട്ടിട്ട് മറ്റുള്ളവരെ കൂടി നോക്കുക എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അത് നമ്മുടെ ഓർമ്മയിലിരിക്കട്ടെ. നമ്മൾ എപ്പോഴും മറ്റുള്ളവരെയും കൂടെ നമ്മുടെ പ്രാർത്ഥനയിലും അവരുടെ പ്രശ്നങ്ങളിലും നമ്മൾ ഓർത്ത് നിൽക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് അത് തന്നെയാണ്. കർത്താവ് എന്താ നമ്മളെ പഠിപ്പിച്ചത്? നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുകയാണ്. നമുക്കത് പറ്റുന്നുണ്ടോ? തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കാനായിട്ട്? നമുക്ക് മറ്റുള്ള അടുത്തുള്ളവരുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു കാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് സഹിക്കാൻ പറ്റില്ല. അവർ ആ കാർ മേടിച്ചു നമ്മൾ നമുക്ക് അവർ കാർ മേടിച്ചെങ്കിൽ അത് സന്തോഷിക്കുക ചെയ്യേണ്ടത്. കർത്താവ് അങ്ങനെ പഠിപ്പിച്ചത്. തന്നെ പോലെ തന്നെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അവന് നന്മയുണ്ടാകും. അവൻ ആ നന്മയെ നമ്മളും കൂടി ചേർന്ന് സന്തോഷിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പം അതിന്റെ 5-ാമത്തെ വാക്യം പ്രകാരം പറയുന്നു, യേശുക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിനുള്ള ഭാവം എന്താണ്? നമ്മൾ ഈ കഴിഞ്ഞ ഈ തൊട്ട് പുറകിൽ നമ്മൾ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ആ കാര്യങ്ങളൊക്കെയാണ് ആ സ്നേഹവും സമാധാനവും ആ ഐക്യതയും ആ കൂട്ടായ്മയും ആ സ്നേഹവും വാത്സല്യവും. ഇതൊക്കെയാണ് കർത്താവ് യേശുക്രിസ്തുവിനുള്ളത്. അപ്പൊ ഈ ഗുണങ്ങളാണ് നമ്മളിലും ഉണ്ടായിരിക്കേണ്ടത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ ഭാവം തന്നെ, ആ സ്വഭാവം, ആ കർത്താവിന്റെ സ്വഭാവം നമ്മളിൽ ആയിരിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കണം? നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കണം. കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കണം, ചേർന്ന് നിൽക്കണം. എങ്ങനെയാണ് കർത്താവിന്റെ സ്വഭാവം, ആ സ്നേഹവും ബഹുമാനവും ഒക്കെ നമ്മൾക്ക് കിട്ടുകയുള്ളൂ. മത്തായി 19:19 പറയുന്നുണ്ട്, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക, എന്നിവ തന്നെ എന്ന് പറഞ്ഞു. അപ്പം യേശു പറയുന്നത് എന്താണ്? അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ഇനി എത്രത്തോളം നമ്മുടെ തലമുറകളൊക്കെ മാതാപിതാക്കളെ എത്രത്തോളം ബഹുമാനിക്കുന്നു എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. കാരണം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ വചനം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ് പഠിപ്പിക്കുന്നത്? അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. അതുപോലെ തന്നെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. കൂട്ടുകാരനെ നമ്മുടെ സ്വന്തം ശരീരത്തെ എത്ര പ്രകാരം നമ്മൾ സ്നേഹിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരനെ സ്നേഹിക്കുക. ആമേൻ. സ്തോത്രം. അതെ. അപ്പൊ ഇന്നത്തെ ഒരു കാലയളവിൽ പോകാതെ നമ്മൾ കുട്ടികളെ നമ്മൾ വഴക്ക് പറയുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അവരുടെ സ്നേഹമില്ല, മാതാപിതാക്കളോട് ഒരു വെറുപ്പ് വിദ്വേഷമായി മാറി നിൽക്കുന്ന ഒരു സാഹചര്യം പല സമൂഹങ്ങളിലും പല കുടുംബങ്ങളിലും നമ്മൾ കാണാറുണ്ട്. എന്നാൽ അതല്ല, കുട്ടികളെ മനസ്സിലാക്കിയിരിക്കേണ്ടത് അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, ഇതിനെപ്പോലെ തന്നെ കൂട്ടുകാരനെ സ്നേഹിക്കുക. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പിന്നെ അതുപോലെ അങ്ങനെ ആയിരിക്കുക. അതുപോലെ പിന്നെ നമുക്ക് അതിന് തുടർന്ന് താഴോട്ട് വായിക്കുമ്പോൾ 6-ാമത്തെ വാക്യം പ്രകാരം പറയുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അവൻ ദൈവരൂപത്തിലിരിക്കെ സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കുക. ദൈവത്തോടുള്ള സമത്വം. അപ്പം ഈ സമത്വം എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. സമത്വം എന്താണ്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിതാവ് തന്നെയാണ്, ദൈവം തന്നെയാണ് പുത്രനായി മനുഷ്യരൂപം എടുത്ത് ഭൂമിയിലേക്ക് വന്നത്.
അതാണ് ഇവിടെ എഴുതിയത്. അതാണ് ആ സമത്വം എന്ന് പറയുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ ത്രിയേക ദൈവം, ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഈ ത്രിയേക ദൈവം ആ സമത്വം മുറുകെ പിടിക്കുമല്ലോ എന്ന് വിചാരിക്കാതെ ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ താഴ്ചയുടെ പടികളെ കുറിച്ചാണ് പറയുന്നത്. അവന്റെ കർത്താവായ യേശുക്രിസ്തു ആ പിതാവ്, ഞാനും പിതാവും ഒന്നാണെന്നുള്ള ആ ഒരു ചിന്ത, അല്ലെ ആ ഒരു വിചാരം മനസ്സിൽ വെക്കാതെ, ആ സമത്വം മുറുകെ പിടിക്കാതെ എന്താണ് ക്രിസ്തു കർത്താവ് ചെയ്തത്? ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി. ആമേൻ, ഹല്ലേലൂയ. വേണമെങ്കിൽ കർത്താവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കർത്താവിനോട് ചേർന്ന് നിൽക്കണം, എനിക്കൊരു മനുഷ്യരൂപം കൊണ്ട് ഭൂമിയിലേക്ക് പോകേണ്ട കാര്യമില്ല, ആരെയും രക്ഷയിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല എന്ന് വേണേൽ ചിന്തിക്കാമായിരുന്നു. എന്നാൽ അങ്ങനെ ചിന്തിക്കാതെ ആ സമത്വം മുറുകെ പിടിക്കാതെ കർത്താവ് എന്താണ് ചെയ്യുന്നത്? ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് ദാസരൂപം എടുക്കാൻ ആർക്കെങ്കിലും മനസ്സുണ്ടാകുമോ? തന്നെ താൻ ദാസനാകാൻ വചനത്തിൽ പറയുന്നുണ്ട്. ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവന്റെ ദാസനാകാനാണ് വചനത്തിൽ പറയുന്നത്. അപ്പൊ കർത്താവ് ചെയ്തത് എന്താണ്? ദാസരൂപം എടുത്ത്, ആ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി, വേഷത്തിൽ എങ്ങനെ മനുഷ്യനെ പോലെയായി. എന്തിനാണ്? നമ്മെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി. ആ സമത്വം മാറ്റി വെച്ചുകൊണ്ട്, കർത്താവ് ഞാനും ഒന്നാണെന്നുള്ള ആ ചിന്ത മാറ്റി വെച്ചുകൊണ്ട്, ആ ചിന്ത മുറുകെ പിടിക്കാതെ ആ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി. എങ്ങനെ? തന്നെത്താൻ താഴ്ത്തി. മുമ്പേ പറഞ്ഞതുപോലെ ആ കഴുതപ്പുറത്ത് കയറിയത് തിരഞ്ഞെടുത്ത എന്താ? കഴുത എന്ന് പറഞ്ഞതുപോലെ ആരാലും തള്ളപ്പെട്ട ഒരു സാധനമാണ് കഴുത. അപ്പൊ തന്നെത്താൻ താഴ്ത്തി മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അപ്പൊ കർത്താവിന്റെ ആഗ്രഹപ്രകാരം കർത്താവ് പറയുന്നത് പോലെ തന്നെ എന്തുവാണ്? കർത്താവിനെ അനുസരിക്കുക, തന്നെത്താൻ താഴ്ത്തി കുരിശിലെ മരണത്തോളം കർത്താവിനെ അനുസരിക്കുകയായിരുന്നു ചെയ്തത്. ഹല്ലേലൂയ. എന്നാൽ സമത്വം മുറുകെ പിടിക്കണമെന്ന് കർത്താവായ യേശുക്രിസ്തു ചിന്തിച്ചോ? ഒരിക്കലുമില്ല. പിന്നെ ആ സമത്വം വിട്ട് ദാസരൂപം എടുത്ത് വേഷത്തിൽ മനുഷ്യനായി. എന്തിനു വേണ്ടിയാണ് മനുഷ്യരൂപം എടുത്തത്? നമുക്ക് വേണ്ടി, നമ്മെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി. ആ മനുഷ്യ സാദൃശ്യത്തിലായി. മാത്രമല്ല തന്നെത്താൻ താഴ്ത്തി, ഭൂമിയോളം താഴ്ത്തി. എത്രത്തോളം? കുരിശിലെ മരണത്തോളം താഴ്ത്തി. എങ്ങനെ? അനുസരണമുള്ളവനായി, പിതാവിനെ അനുസരിക്കുന്നവനായി, അനുസരണമുള്ളവനായി തീർന്നു. നമുക്ക് അങ്ങനെ കർത്താവിനെ ഈ വചനമൊക്കെ പറയാം, നമുക്ക് അനുസരിക്കാൻ സാധിക്കുമോ? അനുസരിക്കാൻ സാധിക്കണം. പിന്നെ എന്താണ് സംഭവിച്ചത്? പിതാവിനെ പുത്രൻ അനുസരിക്കുകയായിരുന്നു. അപ്പൊ തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം എത്തി. ഇതെല്ലാം പിതാവിനെ അനുസരിക്കുകയായിരുന്നു പുത്രൻ ചെയ്തത്. ഒടുവിലായി എന്താ സംഭവിച്ചത്? ശാപമരണം ഏറ്റെടുത്തു. ശാപം, കുരിശിലെ മരണം, ശപിക്കപ്പെട്ടവരെ അവർക്ക് കൊടുക്കുന്ന ഒരു ശിക്ഷയായിരുന്നു ക്രൂശ് മരണം. അത് ശപിക്കപ്പെട്ടവർക്കുള്ളതായിരുന്നു. ആ ശാപത്തിന്റെ മരണമാണ് കർത്താവായ യേശുക്രിസ്തു ഏറ്റെടുത്തത്. അപ്പൊ എന്തിനു വേണ്ടിയാണ്? നമുക്ക് വേണ്ടി, നമ്മളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി. പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ താഴ്മയെ കുറിച്ച് അതിന്റെ ഓർക്കാനും ഈ താഴ്മയുടെ അളവ് നമുക്ക് അളക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. കർത്താവിന്റെ താഴ്മയെ നമുക്ക് അളക്കാൻ സാധിക്കുകയില്ല. അപ്പം അതുകൊണ്ട് ദൈവം എന്താ ചെയ്തത്? പുത്രനെ സകല നാമത്തിന് മേലായ നാമം നൽകി ഉയർത്തി. അതുകൊണ്ട് ദൈവത്തെ അവനെ ഏറ്റവും സകല നാമത്തിന് മേലായ നാമം നൽകി ഉയർത്തി. അപ്പം പിതാവ് പുത്രനെ ഉയർത്തിയതുപോലെ തന്നെ പിതാവിന്റെ സന്നിധിയിൽ, പുത്രന്റെ സന്നിധിയിൽ നമ്മൾ എത്രത്തോളം നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് ആത്മീയ ജീവിതത്തിൽ ആയിരിക്കുന്നു, നമ്മൾ എത്രത്തോളം താഴ്മയിലായിരിക്കുന്നു, അത്രത്തോളം ദൈവം നമ്മെ മാനിക്കും, ദൈവം നമ്മെ ഉയർത്തും എന്നാണ് ആ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ താഴ്മ കർത്താവിനെ അനുസരിക്കുന്നവരുമായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മളെ കർത്താവ് നമുക്ക് ആ പ്രാർത്ഥനയുടെ മറുപടിയും നമ്മളെ ആ ഉന്നത സ്ഥാനത്തിൽ നമ്മളെ ആക്കി വെക്കുകയും ചെയ്യുള്ളൂ. ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അതിന് 10-11 ഇങ്ങനെ പറയുന്നു.
അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. പിതാവിനെ അനുസരിച്ച് പുത്രൻ പിതാവിനെ അനുസരിച്ച് കഴിഞ്ഞപ്പം പിതാവിനെ ആ പുത്രനെ പിതാവ് എങ്ങനെയാക്കി സകലത്തിന് മേലായ നാമം നൽകി അനുഗ്രഹിച്ചു. ആ സകലത്തിന് മേലായ നാമം നൽകി. അങ്ങനെ സകലത്തിന് മേലായ നാമം നൽകി യേശുവിനെ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഹല്ലേലൂയ. അപ്പൊ എത്രത്തോളം വലിയൊരു പദവിയാണ് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിന് പിതാവ് കൊടുത്തതെന്നറിയാമോ? ഹല്ലേലൂയ. ആ പിതാവിന്റെ മുൻപിൽ, ആ യേശു ക്രിസ്തുവിന്റെ മുൻപിൽ എല്ലാ മുഴങ്കാലും മടക്കും. എല്ലാ മുഴങ്കാലും മടങ്ങുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പൊ നമുക്കും നമ്മുടെ ഓരോ പ്രാർത്ഥനയിലും നമുക്കും എവിടെയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുൻപിൽ നമുക്ക് മുഴങ്കാൽ മടക്കിയിരുന്ന് മുഴങ്കാലിൽ പ്രാർത്ഥിക്കുവാനുള്ള ആ ഒരു അവസരം, അല്ലെ ആ ഒരു ആഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായാൽ അത് എന്ത് ചെയ്യുന്ന ദൈവനാമം മഹത്വത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതോടുകൂടി ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇനി നമുക്ക് അതിന്റെ 12ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, എന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ അവിടെ പറയുന്നത് കർത്താവ് അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, കർത്താവ് കൂടെ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും, കർത്താവ് അകന്നായിരിക്കുമ്പോഴും ദൂരത്തായിരിക്കുമ്പോഴും അധികമായിട്ട് കർത്താവിനെ സ്നേഹിക്കണമെന്നാണ് പറയുന്നത്. അപ്പം കർത്താവ് അവിടെ പറയുന്നു, നിങ്ങളെ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ, എല്ലായ്പ്പോഴും, ഒരിക്കൽ മാത്രമല്ല എല്ലായ്പ്പോഴും ദൈവത്തെ അനുസരിച്ചതുപോലെ തന്നെ കൂടി വരുമ്പോഴെല്ലാം ദൈവം പറയുന്ന എല്ലാം അനുസരിക്കുക. നമുക്കറിയാം, അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. അബ്രഹാം പറഞ്ഞു, പുത്രനെ എനിക്ക് യാഗമായി അർപ്പിക്കാൻ പറഞ്ഞു. അവിടെ ഇല്ല എന്നൊരു മറുപടി അവിടെ അബ്രഹാമിനെ ഉണ്ടായില്ല. അബ്രഹാം അത് ഏറ്റെടുത്തു. ഇസ്ഹാക്കിനെ ബലി കഴിക്കാനായിട്ട് പോയി. അവിടെ ബലി കഴിക്കാൻ ചെന്ന് അവിടെ മോറിയാമയിൽ മലയിൽ സംഭവിച്ചെന്താ? അവിടെ കർത്താവ് ഒരുക്കി വെച്ചിരുന്നു ആ അബ്രഹാമിന്റെ ആ അനുസരണം. അബ്രഹാം പിതാവിനെ അനുസരിച്ചത് കൊണ്ട് ആ പുത്രന് പകരം യാഗമായി അർപ്പിക്കാൻ ഒരു യാഗവസ്തുവിനെ പിതാവ് അവിടെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആമേൻ. സ്തോത്രം. അപ്പൊ അതുപോലെ തന്നെ മോശ ചെങ്കടലിന് മീതെ വടി നീട്ടാൻ പറഞ്ഞു. വടി നീട്ടിയപ്പോൾ ചെങ്കടൽ രണ്ടായി പിളർന്നു മാറി, രണ്ടായി പിരിഞ്ഞ് വഴി ഒരുക്കി. അപ്പൊ അവിടെ മോശ അത് അനുസരിച്ചു. അതുപോലെ തന്നെ പത്രോസ് പകൽ മുഴുവൻ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു മീനും കിട്ടാതെ വന്നപ്പോൾ കർത്താവ് അവരുടെ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം കർത്താവ് അവരുടെ മുന്നിൽ വന്നപ്പോൾ കർത്താവ് പറഞ്ഞു എന്തുവാ? ആഴത്തിലേക്ക് നീക്കി വലയിറക്കാൻ പറഞ്ഞു. അപ്പൊ ആഴത്തിലേക്ക് നീക്കി അവർ കർത്താവ് പറഞ്ഞ ആ വാക്കിനെ അനുസരിച്ച് ആഴത്തിലേക്ക് നീക്കി വലയിറങ്ങിയപ്പോൾ കിട്ടിയതാ വളരെ പെരുത്ത മീൻകൂട്ടം കിട്ടി. ഇപ്പൊ അടുത്തുള്ള പടകിലെ ആൾക്കാരെ എല്ലാം വിളിച്ചു വരുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. വല വലിച്ചു കയറ്റി അത്രയും പെരുത്ത മീൻകൂട്ടം കിട്ടി. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എങ്ങനെയായിരിക്കണം? നമ്മൾ കർത്താവിനെ അനുസരിക്കുന്നവരായിരിക്കണം. അത് കൂടെ ഉള്ളപ്പോൾ മാത്രമല്ല, ദൂരത്തായിരിക്കുമ്പോഴും. നമുക്ക് സ്കൂളിലൊക്കെ ആണെങ്കിൽ ക്ലാസ്സിലുള്ളപ്പോൾ പിള്ളേരെല്ലാം സൈലന്റ് ആയിരിക്കും. ഒരു സൗണ്ട് പോലും മുട്ടുസൂചി വീണാൽ കേൾക്കാം, അതേപോലെ സൈലന്റ് ആയിരിക്കും. എന്നാൽ ക്ലാസ്സിൽ നിന്ന് ടീച്ചർ പുറത്തോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ, ഓഫീസ് റൂമിലോട്ടൊന്ന് പോയി കഴിയുമ്പോൾ എങ്ങനെയാണ്? ഭയങ്കര വിറവായിരിക്കും, ഉച്ചയും ബഹളവും ഒക്കെ ആയിരിക്കും. എന്ന് പറഞ്ഞതുപോലെ കർത്താവ് നമ്മുടെ അരികിലിരിക്കുമ്പോൾ മാത്രമല്ല, ദൂരത്തായിരിക്കുമ്പോഴും എങ്ങനെയാണ്? കർത്താവിനെ നമ്മൾ അനുസരിച്ചതുപോലെ തന്നെ കർത്താവിനെ എല്ലായ്പ്പോഴും നമ്മൾ അനുസരിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് വെളിപ്പെട്ട് കിട്ടിയ സത്യത്തെ നമ്മൾ അനുസരിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. അതെങ്ങനെയാണ്? ദൈവത്തെ ഭയം വേണം, ഭയത്തോടും. ഹല്ലേലൂയ. ഇവിടെ പറയുന്നുണ്ട്, ദൂരത്തിരിക്കുമ്പോഴും ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങൾ രക്ഷയെ പ്രാവർത്തികമാക്കുകയും. ഹല്ലേലൂയ.
അപ്പൊ അവിടെ പറയുന്നു, അപ്പൊ കർത്താവ് ദൂരത്തായിരിക്കുമ്പോഴും എന്താണ്, നമ്മുടെ രക്ഷയെ കൈവരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിനെ അനുസരിക്കണം. രക്ഷ പ്രാപിക്കുവാൻ കർത്താവിനെ അനുസരിക്കണം, കർത്താവിന്റെ കൽപ്പനകളെ അനുസരിക്കണം. അപ്പൊ അനുസരണമുള്ളവരായെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് എന്താ ഉണ്ടായിരിക്കേണ്ടത്? നമുക്ക് ദൈവത്തോടുള്ള ഒരു ഭയം ഉണ്ടായിരിക്കണം. ഭയം പറയുന്നത്. അപ്പൊ ഭയം എന്ന് പറയുമ്പോൾ നമുക്കൊരു തെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഭയമല്ല നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. മറ്റൊന്നിനെയും കണ്ട് ഭയക്കുന്ന ഒരു ഭയമല്ല ഉണ്ടായിരിക്കേണ്ടത്. ദൈവത്തോടുള്ള ഒരു ഭയവും ഭക്തി, ഒരു വിശ്വാസം. ആ ഭയവും ഭക്തി ഞാൻ കണ്ടിട്ടുണ്ട് ചില ക്ഷേത്രത്തിന്റെ വാതിൽക്കൽ കൂടെ ഒക്കെ പോകുമ്പോൾ ചിലർ ആ നെഞ്ചത്ത് കൈവെക്കുകയും വായി കൈവെക്കുകയും നെറ്റിക്ക് കൈവെക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ജോലിക്ക് പോയി അല്ലെങ്കിൽ ഹൈദരാബാദിന്റെ കൂടെ ഞാൻ കുറച്ച് നാൾ ജോലിക്ക് പോയി ഞാൻ ഒന്നിച്ചു പോയി. അപ്പൊ കാണുന്ന ക്ഷേത്രത്തിന്റെ പള്ളികളുടെ എല്ലാത്തിനും അടുത്ത് നെഞ്ചത്ത് കൈവെക്കും, അത് നെറ്റിയിൽ കൈവെക്കും, അതിനൊക്കെ ആ കൈ ഒന്ന് ചുംബിക്കും ഒക്കെ ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ നമ്മള് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് എപ്പോഴും ദൈവത്തിൽ ഒരു ഭയം ഉണ്ടായിരിക്കണം. ആ ഭയം ഭക്തിയോടുകൂടിയുള്ള ഭയമായിരിക്കണം. ഈ ചിന്തയാണ് നമ്മളെ ഭരിക്കേണ്ടത്. ആ ചിന്ത നമ്മളിലുണ്ട്. ആ ചിന്ത നമ്മളെ ഭരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ പാപത്തിൽ നിന്ന് പിന്മാറുവാൻ നമുക്ക് സാധിക്കും. നമ്മെ ഭരിക്കേണ്ടത് ഈ പാപത്തിലേക്കുള്ള ചിന്തയല്ല, ആ ദൈവത്തെ ദുഃഖിപ്പിക്കുന്നത് ആ ചിന്തയല്ല. ആ പാപ സാഹചര്യത്തിൽ നമുക്ക് അകന്ന് മാറി നൽകുവാനുള്ള ആ ഒരു ചിന്ത നമ്മിലുണ്ടാകണം. ആ ചിന്ത ഉണ്ടാകണമെങ്കിൽ കർത്താവിനോടുള്ള ഭയവും ഭക്തിയും ആ ഒരു വിശ്വാസവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ആ ചിന്തയുള്ളവര് ഈ പാപ സാഹചര്യങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് മാറി നിൽക്കണം. അത് ഈ ചിന്ത നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊന്ന് മാറി നിൽക്കാൻ സാധിക്കുകയുള്ളൂ. പുറപ്പാട് പുസ്തകം 20:20 ഇങ്ങനെ പറയുന്നു, മോശ ജനത്തോട് ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് നിങ്ങൾ പാപം ചെയ്യാതിരിക്കും, അവങ്കിലേക്കുള്ള ഭയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതിന് അത്രേ ദൈവം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ദൈവം വന്നിരിക്കുന്നത് എന്തിനാണ്? ഭയപ്പെടേണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ പരീക്ഷിക്കേണ്ടത് നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ. പാപം ചെയ്യാതിരിക്കാൻ ദൈവത്തെ നമ്മൾ ഭയപ്പെടുക എന്ന് പറയുന്നത്. അവങ്കിലേക്കുള്ള ഭയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പം പാപത്തിൽ നിന്ന് പിന്മാറി നിൽക്കണമെങ്കിൽ, പാപം നമ്മളിൽ നിന്ന് മാറിപ്പോകണമെങ്കിൽ, പാപം ചെയ്യാതിരിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തോടൊരു ഭയം ഉണ്ടാകണം. ആ ഭയം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പാപ സ്വഭാവത്തിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇനി അതിന്റെ താഴെ കഴിയുമ്പോൾ 12 നമ്മൾ വായിച്ചത് തന്നെ 12 അവസാന ഭാഗത്ത് പറയുന്നത് എന്താണ്? രക്ഷയെ പ്രാവർത്തികമാക്കുകയും. ഹല്ലേലൂയ. രക്ഷയ്ക്കായി പ്രവർത്തിപ്പിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിക്കും. അപ്പൊ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിക്കും. അപ്പൊ പൗലോസിനറിയാം, നമുക്ക് നമ്മുടെ സ്വന്തം പരിശ്രമം കൊണ്ടോ നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടോ നമുക്ക് രക്ഷ നേടാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അത് പൗലോസിന് അറിയാമായിരുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന രക്ഷ അനുസരിച്ച് പ്രവർത്തിക്കണം. ആ രക്ഷ അനുസരിച്ച് പ്രവർത്തിക്കുക. എന്നാൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, അവൻ ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവൻ ഇച്ഛിക്കുക എന്ന അതിന്റെ 13ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. അതെ, ഇച്ഛിക്കുക എന്നത് പ്രവർത്തിക്കുക എന്നത് ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നാം പ്രവർത്തിക്കുന്നതും ആഗ്രഹിക്കുന്നതുമെല്ലാം നമ്മുടെ ദൈവം നമുക്ക് പ്രാർത്ഥനയോടെ നമുക്ക് സാധിച്ചു തരും.
ആഗ്രഹിക്കുന്ന പ്രവർത്തിക്കുന്നില്ല. സമാധാനത്തിന്റെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും ക്രിസ്തു മുഖാന്തരം നമ്മെ യഥാസ്ഥാനപ്പെടുത്തിയിരിക്കുകയാണ്. ക്രിസ്തു നമ്മെ യഥാസ്ഥാനപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് ചിന്തിക്കരുത്. ആത്മീയ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കണം. ആത്മീയ ജീവിതത്തിൽ എങ്ങനെയാണ് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കണം? അവൻ നമ്മെ ഇഷ്ടപ്രകാരം പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ദൈവം നമ്മെ നിത്യജീവിതത്തിലേക്ക്, ആ സ്വർഗരാജ്യത്തിലേക്ക് എത്തിച്ചേർക്കുകയുള്ളൂ. ആമേൻ. സ്തോത്രം. സമയം ഒത്തിരി മുന്നോട്ട് പോയി. ഞാൻ കൊണ്ടുവന്ന കുറച്ച് ഭാഗം പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. അതിന് 14-ാമത്തെ വാക്യം, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യനും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പ്രവൃത്തിയും വാദവും കൂടാതെ ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ വക്രയും കോട്ടവുമുള്ള തലമുറ, ഈ തലമുറയുടെ നിന്ദിക്കപ്പെടാത്തവരും എങ്ങനെയാ ശുദ്ധ ഹൃദയമുള്ളവരും ദൈവത്തിന്റെ മുമ്പാകെ മുൻപാകെ കളങ്കമില്ലാത്തവരും ദൈവമക്കളാകേണ്ടതെല്ലാം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമുക്ക് പെറുപെറുപ്പോ വിദ്വേഷമോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ആമേൻ. സ്തോത്രം. ഇപ്പൊ ഞാൻ വായിച്ചു വിടുകയാണ്, സമയം മുന്നോട്ട് പോയത് കൊണ്ട്. തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പെറുപെറുപ്പും വാദവും കൂടാതെ ചെയ്യുകയും അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകുക. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ ഈ നമ്മൾ വായിച്ചതും കേട്ടതുമായ വചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്, നമ്മൾ ഒരേ മനസ്സുള്ളവരായിരിക്കണം. അതുപോലെ തന്നെ ഐക്യതയുള്ളവരായിരിക്കണം, താഴ്മയുള്ളവരായിരിക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായിരിക്കണം. അതുപോലെ തന്നെ ദൈവത്തെ അനുസരിക്കുന്നവരായിരിക്കണം. അതുപോലെ തന്നെ ദൈവത്തെ ഭയക്കുന്നവരായിരിക്കണം. ദൈവത്തെ ഒരു ഭയം വേണം. അതുപോലെ തന്നെ കളങ്കമില്ലാത്തവരായിരിക്കണം ദൈവസന്നിധിയിൽ. അതുപോലെ തന്നെ പിറുപിറുപ്പും തർക്കവും ഇല്ലാത്തവരായിരിക്കണം. അപ്പൊ ഈ ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവരാജ്യം നമുക്ക് അവകാശമായി കിട്ടുകയുള്ളൂ. ദൈവം നമ്മെ ഒരു ഉന്നത നാമം നൽകി, അല്ലെങ്കിൽ ഉന്നത സ്ഥാനത്ത് നമ്മളെ ആക്കി വയ്ക്കുകയുള്ളൂ. അതിനായിട്ട് ദൈവം എല്ലാവരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. കർത്താവിനെ അനുഗ്രഹിക്കുമാറാകട്ടെ.